ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴങ്ങാൻ ശ്രമിക്കുക. മറ്റൊന്ന്, ജീവിത സാഹചര്യങ്ങളെ നമുക്കനുസരിച്ച് വഴക്കിയെടുക്കാൻ ശ്രമിക്കുക. ഈ രണ്ട് പണികൾ മനുഷ്യന് ചെയ്യാനുണ്ട്. ഒരു ഗോളും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ മനസ്സിന് അത് എങ്ങോട്ട് ചിന്തിച്ചു പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ട്രാക്ക് കിട്ടില്ല. മൈൻഡ് ഡീറെയിൽഡ് ആയിരിക്കും, എപ്പോഴും സ്കാറ്റേഡ് ആയിരിക്കും ചിന്തകൾ. ജീവിതത്തിന് ഒരു ഗോളും ഇല്ലാത്തൊരു മനുഷ്യൻ, സ്കാറ്റേഡായ ചിന്തകളുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു യൂട്യൂബ് പേജ് ഓപ്പൺ ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? അവിടെ വിളമ്പിത്തരുന്നതിൽ നിന്ന് റാൻഡംലി എടുത്ത് ഭക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കരുത്, നമ്മളൊരു ഗോളിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. നിങ്ങളൊന്നുകിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മനുഷ്യർക്ക് ഗുണമുള്ള കാര്യങ്ങളിൽ മുഴുകാൻ പഠിക്കണം. നിങ്ങൾ ഒരു മനുഷ്യനിൽ മുഴുകി ജീവിച്ചാൽ യു ആർ ഇൻ എ ഡേഞ്ചർ പോയിന്റ്. എന്നാൽ ഒരു മനുഷ്യനെ എപ്പോഴും അവനവനിൽ തന്നെ സംതൃപ്തനായിരുന്നു കഴിഞ്ഞാൽ ഈ എല്ലാവരും സോളിറ്റ്യൂഡായി പോകും. Ultimately, the meaning of goal is satisfaction. ഹലോ എവരി വൺ, മോഡേൺ വിസ്ഡം മലയാളം പോഡ്കാസ്റ്റിലോട്ട് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മൊയ്തീൻ. എൻ്റെ കൂടെയുള്ളത് അനിൽകുമാർ PC. അദ്ദേഹം ഒരു ലൈഫ് കോച്ചാണ്, ഒരു മെഡിറ്റേഷൻ ട്രെയിനറാണ്, ഒരു ഫിലോസഫറാണ്. സയൻസ്, സൈക്കോളജി, സ്പിരിച്വാലിറ്റിൻ്റെ ഒരു ബ്ലെൻഡിൽ നിന്ന് ഒരു റിയലിസ്റ്റിക് ആയുള്ള അപ്രോച്ചിൽ ആളുകളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു എഫക്റ്റീവ് ആയുള്ള രീതിയിൽ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്ന ആളാണ്. വെൽക്കം ടു ദ പ്രോഗ്രാം സർ. താങ്ക് യു. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഈ ഗോൾ സെറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട്. ലൈഫിലൊരു ഗോള് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ ലൈഫ് കോച്ചസ്മാരൊക്കെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഗോൾ സെറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്താണ് നമുക്ക് ലൈഫിലൊരു ഗോൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, വൈ വി നീഡ് ഗോൾസ്, അങ്ങനെ പറയുന്നത് വെച്ചാൽ അതിനൊരു ആൻസർ എന്തായിരിക്കും? നമ്മളൊരു കേവല മൃഗമല്ല അല്ലേ, നമ്മളൊരു കുറച്ച് വ്യത്യസ്തമായ ഒരു ഇമോഷണൽ സൈക്കോളജിക്കൽ ഏരിയ ഉള്ള ഒരു ജീവിയാണ്. മനുഷ്യന് രണ്ട് ജീവിതമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് മനുഷ്യൻ്റെ ഫിസിക്കൽ ലൈഫ്, ഫിസിക്കൽ വേൾഡിലെ ലൈഫ്. മറ്റൊന്ന് മനുഷ്യൻ്റെ മെൻ്റൽ വേൾഡിലെ ലൈഫ്. ഈ രണ്ട് ജീവിതങ്ങളുടെയും ഇടയിലൊരു ദൂരവുമുണ്ട് മനുഷ്യന്. ഒരു മാനസികമായിട്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റിൽ നമുക്കൊരു ലൈഫുണ്ട്. പിന്നെ ഫിസിക്കൽ വേൾഡിൽ റിയലി എന്താണോ നമ്മുടെ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുമുണ്ട്. നമ്മുടെ മനസ്സിലെ സങ്കല്പത്തിനനുസരിച്ച് നമ്മുടെ റിയൽ വേൾഡിൽ, ഫിസിക്കൽ വേൾഡിലുള്ള ലൈഫിനെ ആക്കി മാറ്റുവാനുള്ള അനുസ്യൂതമായ ശ്രമമാണ് ജീവിതം. സങ്കല്പത്തിലുള്ള ജീവിതം യാഥാർത്ഥ്യമാക്കുവാനുള്ള ശ്രമം. എന്നാൽ ഈ സങ്കല്പ ജീവിതവും യഥാർത്ഥ ജീവിതവും തമ്മിലൊരു ദൂരമുണ്ട്. ഈ ദൂരം കുറച്ച് കൊണ്ടുവരലാണ് നമ്മുടെ എല്ലാ എഫേർട്ടുകളും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾക്ക് ചില ഫാക്കൽറ്റീസ്, നമ്മുടെ മൈൻഡിൻ്റെ ചില ഫാക്കൽറ്റീസ് അലൈൻഡായിട്ട് വർക്ക് ചെയ്യണം. അതിൽ ചില കാര്യങ്ങളാണ് നമ്മുടെ നോളജ്, നമ്മളുടെ ഫോക്കസ്, നമ്മളുടെ അധ്വാനങ്ങൾ, മാനസികവും ശാരീരികവുമായ അധ്വാനങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പദ്ധതികൾ. ഇവയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക വിഷയത്തിലേക്ക് അലൈൻഡായിട്ട് വരുമ്പോഴാണ് നമ്മുടെ മാനസിക ലോകത്തിലുള്ള ജീവിതം പോലെ തന്നെ നമ്മുടെ റിയൽ വേൾഡ് ലൈഫിനെ ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ജീവിതം വരുന്നിടത്ത് വെച്ച് കാണാൻ എന്ന് വിചാരിച്ച് ജീവിക്കുന്നവനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ജീവിതം, നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾക്ക് അനുകൂലമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നൊരു ജീവിയാണ്. ലോകത്തെല്ലാ ജീവികളും അതിന് ശ്രമിക്കാറുണ്ട്. നമ്മുടെ ജീവിതം എളുപ്പമാക്കൽ നമ്മുടെ ഒരു വലിയ ടാസ്ക് അല്ലേ? അതിന് രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്ന്, ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴങ്ങാൻ ശ്രമിക്കുക. മറ്റൊന്ന്, ജീവിത സാഹചര്യങ്ങളെ നമുക്കനുസരിച്ച് വഴക്കിയെടുക്കാൻ ശ്രമിക്കുക. ഈ രണ്ട് പണികൾ മനുഷ്യന് ചെയ്യാനുണ്ട്, ഏത് ജീവിക്കും ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ ആ ജീവിതാനുഭവം, ആ വാക്ക് വളരെ ശ്രദ്ധിക്കുക, ജീവിതാനുഭവം, നല്ലൊരു ഉത്കൃഷ്ടമായ അനുഭവം, ജീവിച്ചിരിക്കുന്നു എന്ന അനുഭവം ഉണ്ടാകലാണ് ജീവിതം. വാസ്തവത്തിൽ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതല്ല ജീവിതം. അത് രണ്ടല്ലേ? ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതും ജീവിക്കുന്നു എന്നുള്ളതും തമ്മിൽ വ്യത്യാസമല്ലേ? ഇപ്പോൾ ഒരു വെന്റിലേറ്ററിൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് ഒരാൾ കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, എന്നാ മരിക്കാന്ന് പറയുന്നത്, അയാളും ജീവനോടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അയാൾക്ക് ജീവിതമുണ്ടോ? ഇല്ല. ഇപ്പം ജീവനും ജീവിതവും തമ്മിൽ വ്യത്യാസമല്ലേ? അപ്പോൾ ജസ്റ്റ് ഒരു ജീവൻ നിലനിർത്തി കൊണ്ടുപോകൽ മാത്രമായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ഡിസ്കഷൻ ചെയ്യേണ്ടി വരില്ല. ജീവിതം എന്ന അനുഭവത്തെ കുറച്ചുകൂടെ നല്ല ലെവലിലേക്ക് ഉയർത്തിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗോളിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ എന്തിനാണ് നമുക്കൊരു ഗോൾ? അതല്ലേ മെയിനായിട്ടുള്ള ചോദ്യം.
കുറേ കാരണങ്ങൾ അല്ലെങ്കിൽ കുറേ ഉത്തരങ്ങൾ അതിന് പറയാൻ പറ്റും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിലും മറ്റു പലരുടെ ജീവിതത്തിലും ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കിയിട്ട് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമുക്ക് ജീവിതത്തിലൊരു ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡ് കൃത്യമായ ഒരു ട്രാക്കിൽ ഓടുകയുള്ളൂ. ഒരു ഗോളും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ മനസ്സിന് അത് എങ്ങോട്ട് ചിന്തിച്ചു പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ട്രാക്ക് കിട്ടില്ല. മൈൻഡ് ഡീറൈൽഡ് ആയിരിക്കും, എപ്പോഴും സ്കാറ്റേഡ് ആയിരിക്കും ചിന്തകൾ. അപ്പോൾ ആ വ്യക്തിക്ക് ഒന്നിലേക്കും ഒരു സക്സസ്ഫുൾ ജേണി കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞ സാധനങ്ങൾ, ഒരു മനുഷ്യൻ നോളജ് അക്വയർ ചെയ്യുന്ന സ്വഭാവം പൊതുവേ ഉള്ളതല്ലേ. നിങ്ങളൊരു ബുക്ക് സ്റ്റോറിൽ പോയി എന്ന് വിചാരിച്ചോളൂ. ഞാനൊരു ബുക്ക് സ്റ്റോറിൽ പോയാൽ ഏത് ടൈപ്പ് ബുക്സ് വെച്ചിരിക്കുന്ന ഷെൽഫിൻ്റെ അവിടെ പോയിട്ട് ഏത് ടൈപ്പ് ബുക്സ് ചൂസ് ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായ ധാരണ എനിക്കുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ ഫീൽഡ് എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. എൻ്റെ ഗോൾ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ആ ബുക്ക് സ്റ്റോറിൽ എനിക്കൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഞാൻ ഒരിക്കലും ഒരു ഫിക്ഷണൽ നോവൽസ് വെച്ചിരിക്കുന്ന ഏരിയയിലേക്കോ പാചക കുറിപ്പടികൾ കിട്ടുന്ന ഒരു ഏരിയയിലേക്കൊന്നും അല്ല പോകാൻ സാധ്യത. മൊയ്തീനും അറിയാമായിരിക്കുമല്ലോ ഞാൻ എവിടേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള സബ്ജക്ട്സ്, സയൻറ്റിഫിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ തേടാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഒരു ബുക്ക് സ്റ്റോറിൽ പോകുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് അല്ല. കാരണം എന്ത് അറിവാണ് എനിക്ക് ആവശ്യം എൻ്റെ കൂടുതൽ പുരോഗമനങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് എനിക്ക് ധാരണയുണ്ടല്ലോ. ഞാൻ ഇനിയിപ്പോൾ ഒരു യൂട്യൂബ് പേജ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ കാണേണ്ട വീഡിയോസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ധാരണയുണ്ട്. കാരണം എൻ്റെ അപ്ഗ്രഡേഷൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് വേണ്ട നോളജ് ഫിൽട്ടേർഡായിട്ട് ഞാൻ സ്വീകരിക്കണമെങ്കിൽ ആദ്യം എൻ്റെ മൈൻഡിൽ ഒരു കാര്യം ക്ലിയർ ആയിരിക്കണം. എന്താ? ഗോൾ. ഞാൻ പോയിട്ട് മിസൈൽ വിക്ഷേപിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വെറുതെ ഇരുന്ന് ദിവസങ്ങളോളം ഇരുന്ന് പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കാരണം അത് എനിക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മേഖലയാണ്. വെറുതെ ഒരു രസത്തിനാണെങ്കിൽ പഠിക്കാം. പക്ഷേ എനിക്കൊരു ഗോൾ ഉള്ളതുകൊണ്ട് ഞാൻ സീരിയസ് ആയി പഠിക്കുന്ന ആളാണ്. ഓക്കെ, എനിക്ക് ആവശ്യമുള്ള ജേർണൽസും മറ്റുമാണ് ഞാൻ പഠിക്കുന്നത്, സൈക്കോളജിക്കൽ ജേർണൽസ്, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഒരു ഗോളില്ലാത്ത മനുഷ്യൻ ഒരു ലൈബ്രറിയിൽ കയറി ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? ജീവിതത്തിന് ഒരു ഗോളും ഇല്ലാത്തൊരു മനുഷ്യൻ, സ്കാറ്റേഡായ ചിന്തകളുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു യൂട്യൂബ് പേജ് ഓപ്പൺ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? കുറേ അവരുടെ മുന്നിലുണ്ട്, ആ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവിടെ വിളമ്പിത്തരുന്നതിൽ നിന്ന് റാൻഡംലി എടുത്ത് ഭക്ഷിക്കേണ്ടി വരും. യൂട്യൂബിൽ ആരെന്ത് തന്നോ അതൊക്കെ എടുത്ത് ഭക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഒരു വ്യക്തിയുടെ അറിവ് കൺസ്യൂം ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഓർഡർ ഇല്ലാതെയാവുന്നില്ലേ? ഇനി അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ. ഫോക്കസ്. ഒരു മനുഷ്യനൊരു ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സ് കംപ്ലീറ്റ് ആ ഒരു സബ്ജക്റ്റിലേക്ക് ചിന്തകളെ ഏകോപിപ്പിക്കണ്ടേ? അപ്പോൾ പ്രത്യേകിച്ചൊരു ഗോളും ഇല്ലാത്തൊരു മനുഷ്യൻ 1 മണിക്കൂർ ഒരിടത്ത് വെറുതെ ഇരുന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചുകൊണ്ടോ ചിന്തിച്ചുകൊണ്ടോ കുറച്ച് നേരം ഇരുന്നോളൂ, സ്പെൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അയാൾ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? ഒരു പിടി ഉണ്ടാവില്ല. സ്കാറ്റേഡ് ആയിട്ടുള്ള ചിന്തകളായിരിക്കും. ചിന്താരോഗം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക്. ഓവർ തിങ്കിങ്, അമിത ചിന്ത, എന്താ പിന്നെ പറയുക, സ്കാറ്റേഡ് തിങ്കിങ്, ബ്രെയിൻ ഫോഗ്, ഇങ്ങനത്തെയൊക്കെ അവസ്ഥകളിലേക്ക് മനുഷ്യൻ പോകാൻ കാരണം ഒരു മനുഷ്യൻ വെറുതെ ഒരിടത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു അലൈൻമെൻറ്റും ഇല്ലാത്ത 100 കൂട്ടം വ്യത്യസ്ത ധ്രുവങ്ങളിലേക്കുള്ള വിവിധ ചിന്തകളുടെ ഒരു കൂമ്പാരം വന്ന് മനുഷ്യ മനസ്സിനെ അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥ. ഇതൊക്കെ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ വെറുതെ ഒരിടത്ത് ഇരിക്കുമ്പോൾ ആ മനുഷ്യന് ജെന്യൂനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു തിങ്കിങ് ട്രാക്ക് ഉണ്ടാവും. അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ പുള്ളി ഏതോ ഒരു കാര്യത്തിൽ വളരെയധികം മുഴുകുന്നൊരു വ്യക്തിയായിരിക്കണം. അതിനെയാണ് നമ്മൾ ഗോൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ജീവിതത്തിനൊരു ഗോൾ വേണം എന്ന് പറയുന്നത് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോലും അല്ല എന്നാണ് പറയാറുള്ളത്. നിങ്ങൾക്കൊരു ഗോൾ വേണം, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതൊക്കെ സെക്കൻഡറി. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഗോൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റും, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഗോളുള്ള മനുഷ്യൻ്റെ മനസ്സ് ഒരു ട്രാക്കിലൂടെ സഞ്ചരിക്കും. മനുഷ്യൻ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ നേടി അതിനുശേഷം ജീവിതത്തിലേക്ക് കടന്ന് 10-30 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ബോറിങ്, ഡിപ്രഷൻ തുടങ്ങിയ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ആ പ്രായം വരെയും എല്ലാ മൊമെൻറ്റിലും പരീക്ഷയുണ്ട്, പഠിക്കണം, ജയിക്കണം, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം, ഇൻ്റർവ്യൂവിന് പോകണം, ജോലി നേടണം, ഗോളുകളിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ലൈഫ് സെറ്റായി എന്നൊരു തോന്നൽ വരുന്നൊരു പ്രായത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് പല മാനസിക രോഗങ്ങളും വരാറുണ്ട്. കാരണം ഇനി ഗോളിലില്ലോ, ജീവിതവും നേടിക്കഴിഞ്ഞു, എന്താ പറയുക, വിവാഹ ജീവിതം ആയിക്കഴിഞ്ഞു, കുടുംബം സെറ്റായി, ജോലി സെറ്റായി, ഇനിയിപ്പോൾ എന്താ ഉള്ളത് എന്നൊരവസ്ഥ വന്നാൽ കഴിഞ്ഞു. സോ എവറി ടൈം വി നീഡ് എ ഗോൾ. അതൊരു 6 മാസത്തിൻ്റെ ഗോളോ 1 വർഷത്തിൻ്റെ ഗോളോ എന്തായാലും കുഴപ്പമില്ല. വലിയ ഗോളുകളൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഒരു മനുഷ്യൻ്റെ മനസ്സ് കറക്റ്റ് ട്രാക്കിൽ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഗോളുകളെങ്കിലും മനുഷ്യന് വേണം. ഇതൊന്നാമത്തെ പോയിന്റ്. എന്തിനു വേണ്ടി ഗോള് വേണ്ടത്? മൈൻഡിന് കൃത്യമായ ഒരു സഞ്ചാര ട്രാക്ക് കിട്ടുവാൻ മനുഷ്യനൊരു ഗോൾ ആവശ്യമാണ്. ഇനി രണ്ടാമത്തെ വിഷയം, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ടാണ് ഓർമ്മ വരുന്നത് എനിക്ക്. ഒരു ഗോളിന് വേണ്ടി ജീവിക്കുക, ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക. ഒരു ഗോളിന് വേണ്ടി ജീവിക്കുക, ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കോട്ടാണത്. അപ്പോൾ എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ, ഒരു ഗോളിന് വേണ്ടി ജീവിക്കുമ്പോൾ ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ആ ഗോൾ, മറ്റൊന്ന് മീ, ഞാൻ എന്നുള്ള സാധനം. അപ്പോൾ ഞാനൊരു ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് വിചാരിച്ചു, ഒരു സയൻറ്റിസ്റ്റാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹൗസിൻ്റെ പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മറ്റൊരു സാധനവുമായിട്ട് എൻഗേജ്ഡ് ആയിരിക്കുകയാണ് ഇവിടെ. എന്തുമായിട്ടാണ് ഞാനിപ്പോൾ പ്ലാൻ വരയ്ക്കാൻ വിചാരിച്ചു, ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന ഒരു ഗോളിലാണ് ഞാൻ മുഴുകിയിരിക്കുകയാണ്, ഒരു കെട്ടിടം നിർമ്മിക്കുന്ന ഗോളിലാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്നത് പോയിന്റ് എ ആൻഡ് ആ പ്ലാൻ എന്നുള്ളത് പോയിന്റ് ബി. അപ്പോൾ പോയിന്റ് എയും പോയിന്റ് ബിയും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷനോ ആൻറ്റിസിപ്പേഷനോ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിലിങ്ങനെ മുഴുകിയിട്ട് എൻ്റെ ദിവസങ്ങൾ കടന്നു പോകുന്നത് എനിക്കറിയില്ല. അത് വലിയൊരു വാക്കാണ് കേട്ടോ. എൻ്റെ ദിവസങ്ങൾ കടന്നു പോകുന്നത് എനിക്ക് അറിയാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും എൻ്റെ ജീവിതത്തിൽ എൻഗേജ്ഡായി പോയിട്ടുണ്ടെന്നുള്ളതാണ്. ഫ്ലോ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. ചില ആളുകൾക്ക് ദിവസങ്ങൾ കടന്നു പോകാത്തതായിട്ട് തോന്നാറില്ലേ? അവർ സത്യത്തിൽ അവരുടെ ലൈഫിൽ എൻഗേജ്ഡ് ആവുന്നില്ല എന്നുള്ളതാണ്. ബോറിംഗ് ആയിട്ടുണ്ടാവും അവർക്ക് ലൈഫ്. അപ്പോൾ ഇവിടെ പോയിന്റ് എ ഉണ്ട്, പോയിന്റ് ബി ഉണ്ട്. ഞാൻ വരയ്ക്കുന്ന ഹൗസ് പ്ലാനും. ഇപ്പോൾ ഇതിലെ ഞാൻ എന്നത് അവയർനെസ് ഉള്ള, കോൺഷ്യസ്നെസ് ഉള്ള ഒരു സാധനമാണ്. ഈ പ്ലാനും പേപ്പറൊക്കെയോ കോൺഷ്യസ്നെസ് ഇല്ലാത്ത സാധനം, ഒരു നിർജീവ വസ്തുവാണ്. അപ്പോൾ 100% ആ സാധനം ആരുടെ നിയന്ത്രണത്തിലായിരിക്കും? എൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ മേലെ എത്ര ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അത് എനിക്കനുസരിച്ച് വഴങ്ങുന്ന ഒരു സാധനമായിരിക്കും. അപ്പോൾ ഞാനൊരു ഗോളിന് വേണ്ടി ജീവിക്കുമ്പോൾ, ഈ വരുന്ന 2 വർഷം ഞാൻ ആ ഗോളിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്നെ അതൊരിക്കലും വന്ന് നിയന്ത്രിക്കുകയില്ല, എനിക്ക് അതിനെ നിയന്ത്രിക്കുവാനും പറ്റും. എന്നാൽ ഇതേ സമയം നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ ഒരു വ്യക്തിയിൽ മുഴുകിപ്പോയിരിക്കുകയാണ്. പ്ലാൻ വരയ്ക്കലല്ല, ഞാനൊരു വ്യക്തിയിൽ മുഴുകിപ്പോയിരിക്കുകയാണ്. ഐ ആം ലിവിങ് ഫോർ എ പേഴ്സൺ. അപ്പോൾ ഇവിടെയും ഉണ്ട് പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി. ഈ പോയിന്റ് എ എന്ന് പറയുന്നത് സ്വന്തമായി ചിന്തിക്കുവാനും സ്വന്തമായി തീരുമാനിക്കുവാനും കഴിവുള്ള, സ്വന്തമായ ജെനറ്റിക് ബാക്ക്ഗ്രൗണ്ടുള്ള, സ്വന്തമായ ശൈലികളുള്ള ഒരാളാണ് ഞാൻ മറ്റൊരാളെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സകലതുമായിട്ട് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. മറ്റൊരു വ്യക്തിയാണത്. ആ വ്യക്തിക്കും ചില പ്രത്യേകതകളുണ്ട്. എന്താ? ആ വ്യക്തിക്ക് സ്വന്തമായ ചിന്തകളുണ്ട്, സ്വന്തമായ സങ്കല്പങ്ങളുണ്ട്, സ്വന്തമായ സ്വപ്നങ്ങളുണ്ട്, സ്വന്തമായ ജെനറ്റിക് ട്രാക്കുണ്ട്, സ്വന്തമായ സ്വപ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ രണ്ടിനും കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോൾ പേപ്പറിലെ ആ പ്ലാനിൽ വേണമെങ്കിൽ എറേസ് ചെയ്യാനും വേണമെങ്കിൽ വരച്ചു ചേർക്കാനൊക്കെ കഴിയുന്ന പോലെ ഈസി ആണോ ഒരു മനുഷ്യനായിട്ടുള്ള ഗോളുകൾ? അല്ല. അതാണ് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കോട്ടിൻ്റെ വലിയൊരു രസം. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഗോളിന് വേണ്ടി ജീവിക്കുമ്പോൾ കോൺഷ്യസ്നെസ് ഉള്ള പോയിന്റ് ഒന്നേ ഉള്ളൂ അവിടെ, യൂണിറ്റ്. മറ്റേ 2 യൂണിറ്റിനും കോൺഷ്യസ്നെസ് ഉണ്ട്. അവിടെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കരുത്, നമ്മളൊരു ഗോളിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ഞാനും നീയും എല്ലാവരും ഒരു ഗോളിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്, എന്തെങ്കിലും ഗോളുകൾക്ക് വേണ്ടി. പക്ഷെ നമുക്ക് വ്യക്തികൾ വേണം. ഏത് ഗോൾ നേടാൻ നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് പറ്റണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് പലരുമായിട്ട് കൂട്ടുചേർന്നിട്ടാണ് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ ആവശ്യമാണ്. അവർക്കും വ്യക്തികളെ ആവശ്യമാണ്, അതിന് നമ്മളെ അങ്ങോട്ട് കൊടുക്കുന്നു. നമുക്ക് വ്യക്തികളെ ആവശ്യമാണ്, അതിനുവേണ്ടി നമ്മൾ അവരെ ഇങ്ങോട്ട് എടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നു. ബട്ട് നമ്മൾ ആരും തന്നെ ജീവിക്കുന്നത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ആയിരിക്കരുത്. ആ വ്യക്തിയെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ്, നീ എനിക്ക് വേണ്ടി ജീവിക്കരുത്, നീ നിനക്ക് വേണ്ടി ജീവിക്കും, അല്ലെങ്കിൽ നീ ഒരു ഗോളിന് വേണ്ടി ജീവിക്കും എന്ന്. അവിടെ കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും ബന്ധങ്ങളിൽ. ഒന്നിങ്ങനെ സങ്കല്പിച്ച് നോക്കുക, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. ഈ ഭാര്യ 100% സമയവും ഭർത്താവിനെക്കുറിച്ചും ഭർത്താവ് 100% സമയവും ഭാര്യയെക്കുറിച്ചും ചിന്തിക്കുന്നൊരു ദാമ്പത്യ ജീവിതം ഒരു സൈഡിൽ നടക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്വഭാവത്തിലും ട്രാക്കിലും ജെനറ്റിക്സിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് പല പരാതികളും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും, പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി മറ്റൊരു ലൈഫ് സ്റ്റൈൽ പറഞ്ഞുതരാം. ഭാര്യ ഒരു സയൻറ്റിസ്റ്റാണ്, ഭർത്താവ് ഒരു സ്പേസ് ട്രാവലറാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനാണ് വിചാരിച്ചോളൂ. ഇവർ രണ്ടുപേരും വിവാഹിതരാണ്, കുട്ടികളൊക്കെ ഉണ്ട്, ജീവിക്കുന്നുണ്ട്.
ഇവരുടെ ജീവിതത്തിൻ്റെ 95% എനർജി സ്പെൻഡ് ആവുന്നത്, മൈൻഡിൻ്റെ എനർജി സ്പെൻഡ് ആവുന്നത്, അവൾ സയൻറ്റിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളിൽ മുഴുകിപ്പോകുന്നുണ്ട്, ഇയാൾ ഇതിൽ മുഴുകിപ്പോകുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഫാമിലി ഉണ്ട്, ഇവർ ജീവിക്കുന്നുണ്ട്. ഇവർ വളരെയധികം ത്രില്ലിംഗ് ഉള്ള ലൈഫാണ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ലൈഫ് നല്ല രസകരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കും ഫാമിലി ഉണ്ട്. ഇവരുടെ ഫാമിലി ലൈഫിൻ്റെ ഇടയിൽ ഇവർക്ക് പിച്ചി നുള്ളി എന്ന് പറഞ്ഞാൽ പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കാൻ വല്ല ഒഴിവുണ്ടാവുമോ? ഇവരുടെ ഫാമിലി ലൈഫ് നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. ബട്ട് ഇവരുടെ ലൈഫിൻ്റെ എവ്രിത്തിങ് എന്നുള്ളത് ഫാമിലി അല്ല. അവർക്ക് വേറെ ഗോള് മെയിനായിട്ടൊരു സാധനം കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫാമിലിയും ഉണ്ട്. നമ്മൾ ഈ ഫാമിലി എന്ന് പറയുന്ന നമ്മൾ എവ്രിത്തിങ് ആക്കി മാറ്റിയാൽ ലൈഫ് അവതാളത്തിലാവും. ഇത് ഫാമിലി മാത്രമല്ല, മനുഷ്യരെ എവ്രിത്തിങ് ആക്കി മാറ്റുന്നിടത്തൊക്കെ ലൈഫ് അവതാളത്തിലാവും. നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തെ എവ്രിത്തിങ് ആക്കി മാറ്റുന്നു, ആ ലക്ഷ്യം ഒരുപാട് മനുഷ്യർക്ക് ഗുണമുള്ളതായിരിക്കും. അൾട്ടിമേറ്റ്ലി നമ്മൾ മനുഷ്യരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യനെ ആയിരിക്കരുത് എന്നുള്ളതാണ് വ്യത്യാസം. നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മനുഷ്യർക്ക് ഗുണമുള്ള കാര്യങ്ങളിൽ മുഴുകാൻ പഠിക്കണം. നിങ്ങൾ ഒരു മനുഷ്യനിൽ മുഴുകി ജീവിച്ചാൽ യു ആർ ഇൻ എ ഡേഞ്ചർ പോയിന്റ്. അതാണ്. ഒന്നുകിൽ വിശാലമാക്കണം നമ്മുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, ഇൻഡിവിജ്വൽ ആക്കണം അതിനെ എന്ന് പറയും. അപ്പോൾ ഗോള് മനുഷ്യന് ആവശ്യമാണോ? ഈ രണ്ട് കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ കുറയണമെങ്കിൽ ഓരോ മനുഷ്യനും ഗോൾ ഉണ്ടായിരിക്കണം. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ടാവണം, ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അപ്പം ഞാൻ ഈ സയൻറ്റിസ്റ്റും സ്പേസ് ട്രാവലറും വിവാഹം കഴിച്ചിട്ടുള്ളവരെ കുറിച്ച് പറഞ്ഞില്ലേ, അവരോട് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഭർത്താവിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതാണെന്നോ എൻ്റെ ഭാര്യയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്നോ അല്ലായിരിക്കും അവർ പറയുക. പൊതുവേ പറയണവരുണ്ടാവുമായിരിക്കാം ചിലപ്പോൾ. പക്ഷേ എനിവേ അവർക്ക് ചിലപ്പോൾ ഏറ്റവും ക്രേസി ആയിട്ട് അവരിയ്ക്കുന്നത് അവരുടെ ആ ഫീൽഡിൽ പുതിയ പുതിയ ഇൻവെൻഷൻസിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. അവർക്കും ഉണ്ട് ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ. പക്ഷെ അവർ മറ്റൊരു കാര്യത്തിൽ ഹൈലി എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഏത് മൊമെൻറ്റിലും പൊട്ടിയേക്കാവുന്നൊരു ബോംബാണ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എവ്രിത്തിങ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ലൈഫ് എപ്പോഴും ടൈം ബോംബ് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയിലാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ സ്ഥായിയായ മാനസികാവസ്ഥകൾ നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ജീവിക്കേണ്ടത്. മനുഷ്യരുടെ ഒക്കെ കൂടെ ആയിരിക്കണം എന്ന് മാത്രം. മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ലക്ഷ്യമുണ്ടെങ്കിൽ ഒന്നാമത്തെ ഗുണം മനസ്സിന് ചിന്തിക്കാനൊരു ട്രാക്ക് കിട്ടും എന്നുള്ളത്. ലക്ഷ്യമുണ്ടെങ്കിലുള്ള രണ്ടാമത്തെ ഗുണം മനുഷ്യരുടെ ഇടയിൽ ഇമോഷണൽ ട്രാൻസാക്ഷൻസ് ചെയ്ത് നേരം പോക്ക് കണ്ടെത്തുന്ന ആ ഒരു ലോവർ ലെവൽ കോൺഷ്യസ്നെസ്സുകളിൽ നിന്നും നമ്മൾ കുറച്ചുകൂടെ ഒബ്ജക്റ്റീവായിട്ടുള്ള കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള പേർപ്പസുകളിലേക്ക് നമ്മുടെ ലൈഫിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഗുണങ്ങളാണ് ലക്ഷ്യങ്ങൾ കൊണ്ട് നമുക്കുള്ളത്. ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞു തന്നാൽ കുറച്ചുകൂടെ വ്യക്തമാവും. ഒരു ബസ്സുണ്ട്. ഈ ബസ് തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അങ്ങോട്ട് പോകുന്നു, വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നു. റൂട്ട് ബസ്സാണ്. പക്ഷേ ആ ബസ്സിലൊരു ബോർഡ് വെച്ചിട്ടില്ല, സൈൻ ബോർഡില്ല. ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് എഴുതി വെക്കണ്ടായില്ല. അപ്പോൾ ഈ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും ഈ ബസ്സിന് കൈ കാണിക്കുമോ? ആരെങ്കിലും ഇതിൽ കയറിയിരിക്കുമോ? ഇതൊരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിൽ കയറിയിരിക്കുമോ? നാട്ടുകാർക്ക് ആർക്കും ഈ ബസ്സിൻ്റെ യൂസ് ഉണ്ടാവില്ല. മറ്റൊന്ന്, ബസ്സുകാർക്ക് ഈ ഓടിയിട്ട് വല്ല യൂസ് ഉണ്ടോ? അവർക്ക് പൈസയും കിട്ടില്ല, അവർക്കും നഷ്ടമാണ്. ഈ നാട്ടുകാർക്കാണെങ്കിൽ യൂസും ഇല്ല. ആ ബസ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബസ്സായി മാറണമെങ്കിൽ, നാട്ടുകാർക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ, മറ്റൊന്ന് ആ ബസ്സിൻ്റെ ഓണർക്ക് ആ ബസ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ബസ്സാവണമെങ്കിൽ അതിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് എന്ത്? ഒരു ബോർഡ്, ഡയറക്ഷൻ കാണിക്കുന്ന ബോർഡ് വേണം. അത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവണം. ഇതേപോലെയാണ് മനുഷ്യ ജീവിതം. ലക്ഷ്യമില്ലാത്തൊരു മനുഷ്യ ജീവിതം ഒരു സ്റ്റേഷനിലും നിർത്താത്ത, ഒരു ബോർഡും വയ്ക്കാത്ത ഒരു വണ്ടി ഓടുന്നത് പോലെയാണ്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മാത്രം. അങ്ങനെ പോയിട്ട് ഒരു ശൂന്യതയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതൊരു ശൂന്യതയിലേക്ക് എൻഡ് ചെയ്ത് പോകുന്നൊരവസ്ഥ വരും മനസ്സിന്. മറ്റൊരു ലക്ഷ്യമുള്ള ജീവിതമാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യമുള്ള ജീവിതത്തിന് ഒരു ഫുൾഫിൽമെൻ്റ് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെയോ നിറഞ്ഞു വരുന്നൊരവസ്ഥ ഫീൽ ചെയ്യും. മറ്റേതൊരു കാലിയായി പോകുന്നൊരവസ്ഥ ഫീൽ ചെയ്യും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അതാണ് ലക്ഷ്യം വേണം എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ലക്ഷ്യങ്ങളെങ്കിലും വേണം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഒരു ട്രാപ്പില്ല. അതായത് ഈ ലക്ഷ്യങ്ങളുടെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരെണ്ണം എത്തി, പിന്നെ അവിടെ നിന്നു, പിന്നെ മനുഷ്യൻ വീണ്ടും ഡിസാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പ്രൊഫഷണൽസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ അത്ലീറ്റ്സൊക്കെ. അപ്പോൾ അവരൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ അവരൊരു ടൈം വരെ അവർക്ക് നല്ല ഗോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരിക്കും.
അപ്പം പക്ഷേ ഒരു ടൈം എത്തുന്ന സമയത്ത് അവരുടെ ഇപ്പോൾ ചിലപ്പോൾ മേ ബി ഏജ് കാരണമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അത് അവിടെ കഴിയണം, അവരുടെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞത് അവിടെ കഴിയായിരിക്കും, അല്ലെങ്കിൽ ഈവൻ ദോ അവരവരുടെ ലക്ഷ്യം അച്ചീവ് ചെയ്തു എന്ന് വെക്കുക. ഉദാഹരണത്തിന് അവരുടെ ഒരു അത്ലീറ്റിൻ്റെ ഒരു മെയിൻ ലക്ഷ്യമായിരുന്നു ഒളിമ്പിക്സ് നേടുക എന്ന് പറഞ്ഞത്. അതാണ് അൾട്ടിമേറ്റ് ആയിട്ട് അവർ കാണുന്നത്. അപ്പോൾ ഒളിമ്പിക്സ് നേടി, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇല്ല, അപ്പോൾ ഒരു ഡിപ്രഷനിലോട്ട് കിടക്കുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലവരെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്, ഇതന്നെയാണോ ജീവിതം, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് തന്നെയാണ് അത്, എനിക്കിതൊന്നും ഇല്ലാതെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ലക്ഷ്യം ഇല്ലെങ്കിൽ നമുക്ക് അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റില്ലേ? ഇല്ല, ഹാപ്പിയായി ജീവിക്കണം എന്നുള്ളത് ഒരു ലക്ഷ്യമില്ലേ ഇപ്പോൾ? എനിവേ അതെങ്കിലും ഒരു ലക്ഷ്യമായിട്ട് അയാൾക്ക് ഉണ്ടല്ലോ. ലക്ഷ്യം ഹാപ്പി ആയിട്ട് ജീവിക്കൽ ഒരു ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യമില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവിടെ പ്രൂവ്ഡ് അല്ലേ? അതെങ്കിലും ഒരു ലക്ഷ്യമാണല്ലോ. ഒരാൾ പറയുകയാണ് എനിക്ക് ഒന്നും ചിന്തിക്കാതെ ഇരിക്കണം, ഒന്നും ചിന്തിക്കാതെ ഇരിക്കലാണ് എൻ്റെ ലക്ഷ്യം, ഒരു ചിന്തകളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തണം, നിങ്ങൾ ഈ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ പറയും അത് തന്നെ വലിയൊരു ഗോളാണ്, ഒന്നും ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് എത്തില്ല, അതിനൊരു ഗോൾ സെറ്റിംഗ് വേണം, ഇനി നടക്കില്ല അത്. ഞാൻ പറഞ്ഞുതരാം ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. ഒരു അത്ലറ്റിൻ്റെ ഉദാഹരണം എടുത്തിട്ട് തന്നെ ഞാൻ പറയാം. ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കായികക്ഷമത ഹൈ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആഗ്രഹിക്കാവുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒളിമ്പിക്സ് നേടണം എന്നുള്ളത്, സത്യമാണ്. പക്ഷെ ഒരു കോമൺ സെൻസ് ഉണ്ടായിരിക്കണം. ഞാനൊരു അത്ലറ്റാണ്, എൻ്റെ കായികക്ഷമത 70 വയസ്സ് 80 വയസ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല. ആ സമയത്ത് ഞാൻ ഒളിമ്പിക്സ് ഓടി നേടാനൊന്നും എനിക്ക് പറ്റില്ല, അതിന് വലിയ ഒന്നും എനിക്ക് നേടാനും ഉണ്ടാവില്ല. സോ കായികക്ഷമത ഉപയോഗിച്ച് എനിക്ക് നേടാവുന്ന എൻ്റെ പരമാവധി നേട്ടം എന്ന് പറയുന്നത് ഇതാണ്. അത് നേടിക്കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ അതൊക്കെ കഴിയും, പിന്നെ വീണ്ടും ഒരു ശൂന്യതയിലേക്ക് ഞാൻ പോകും. അപ്പോൾ ജീവിതത്തിന് വേറൊരു ലക്ഷ്യം സെറ്റ് ചെയ്യണം. ക്രിക്കറ്റ് മാച്ചുകളിലൊക്കെ ഷൈൻ ചെയ്ത് നിന്നിരുന്ന നമ്മുടെ പഴയ താരങ്ങൾ അവർ മാച്ചുകളിൽ നിന്നും ഇപ്പം ഇല്ല, ഔട്ടായിപ്പോയി, മാച്ചുകളിലില്ല അവരുടെ പ്രായം കാരണം. അപ്പോൾ അവർ കോച്ചായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില സോഷ്യൽ സർവീസുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളുടെ ഗതിയെ ഏത് പോയിന്റിൽ വെച്ച് നമുക്ക് മാറ്റാമേ. ഞാനൊരു അത്ലറ്റ് ആണെങ്കിൽ ഞാൻ മരിക്കുന്നവരെ 110 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 110 വയസ്സ് വരെ അത്ലറ്റായിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾക്ക് നമ്മുടെ കായികക്ഷമത മാനസിക ക്ഷമതയ്ക്കൊക്കെ അനുസരിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളെ റീപ്ലേസ് ചെയ്യാനും കൂടെ അറിയണം. അതുകൊണ്ടാണ് ഒരു മനുഷ്യന് പലതരത്തിലുള്ള ഫീൽഡുകളുള്ളത്. ഒരു സീനിയർ സിറ്റിസന് പെർഫോം ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം മേഖലകൾ, ഇൻ്റലക്ച്വൽ മേഖലകളുണ്ട് ഈ ലോകത്തിൽ, അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഓരോ പ്രായത്തിലും നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന ഗോളുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. നല്ല കായികക്ഷമതയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കായികക്ഷമത ഉഷാറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കായിക കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് സന്തോഷങ്ങൾ കണ്ടെത്താം. പക്ഷെ അദ്ദേഹത്തിനൊരു കോമൺ സെൻസ് ഉണ്ടായിരിക്കണം, ഇതൊക്കെ കുറച്ച് പ്രായമാകുമ്പോൾ നടക്കാത്ത കാര്യമാണ്, മസിൽ ക്ഷയിക്കുമ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ലക്ഷ്യമാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പം തന്നെ ഒരു ഐഡിയ വേണം. എൻ്റെ അത്ലറ്റ് ലൈഫിൽ നിന്നും ഞാൻ വിരമിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനൊരു പരിപാടി തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിപ്രഷൻ ബാധിക്കും. ഈ ഫുൾഫിൽമെൻറ്റ് കർവ് എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? അത് പണം സമ്പാദിക്കുന്നവരെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മളൊരു വ്യക്തി സമ്പാദിച്ച് സർവൈവിങ് മോഡലിൽ പോകുന്നൊരവസ്ഥ, പിന്നെ റിച്ച് ആയിരിക്കുന്നൊരവസ്ഥ, പിന്നെ ലക്ഷൂറിയസ് ആയിരിക്കുന്നൊരവസ്ഥ, പിന്നെ ഓവർ കൺസംഷൻ എന്ന് പറയുന്ന അവസ്ഥ. അതിനുശേഷം അവിടെ ഒരു കർവാണ്, ഇങ്ങനെ പോകും. ഇത് ഡിപ്രഷനിലേക്കാണ് ആ വ്യക്തി പോവുക ഓവർ കൺസംഷന് ശേഷം. കാരണം ഒരു പണം കൊണ്ടൊരു വ്യക്തിക്ക് ഈ ലോകത്ത് പർച്ചേസ് ചെയ്ത് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ സുഖഭോഗങ്ങളുടെ അങ്ങേയറ്റവും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഈ ലോകത്തെ ഏറ്റവും കോസ്റ്റ്ലി കാറും അയാൾ വാങ്ങിക്കഴിഞ്ഞു. ഇനിയൊരു കാറില്ല. ഈ ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സകലതും ആളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഇനി അയാൾക്ക് ഈ ലോകത്ത് അതിനേക്കാളും വലിയൊരു സാധനം പണം കൊടുത്താൽ കിട്ടാനില്ല. എന്നിട്ടും പണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി എന്താ ചെയ്യുക? പണം കൊണ്ട് പുള്ളിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ആ ഒരു ഘട്ടത്തിൽ വെച്ച് ആ വ്യക്തി പിന്നീട് പണം ഉണ്ടാക്കുന്നത് അയാൾക്ക് വേണ്ടി ആയിരിക്കരുത്. അദ്ദേഹം ഒരുപാട് കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കാനോ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനോ ലോകത്തിലെ തന്നെ പുതിയൊരു ഇൻവെൻഷന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള ആ ബിസിനസ് അതൊരു ഗ്ലോബൽ പർപ്പസിലേക്കാക്കി മാറ്റണം. അപ്പോൾ അദ്ദേഹത്തിന് ഡിപ്രഷൻ ബാധിക്കില്ല. വീണ്ടും അദ്ദേഹം എനിക്ക് വേണ്ടി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡിപ്രഷൻ ബാധിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ ഫീൽഡിലും ഒരു കർവുണ്ട്. ആ കർവിലെത്തി അത് മൂക്കുത്തി താഴെ വീഴും. ആ പോയിന്റിൽ വെച്ച് ആ മനുഷ്യൻ ഒരു ഷിഫ്റ്റ് ചെയ്യണം. അവിടെ ഒരു മാറ്റം വരുത്താനുണ്ട്. അതിനെ കുറച്ചുകൂടെ ബ്രോഡാക്കിയിട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അത് സോഷ്യൽ പേർപ്പസിലേക്കൊക്കെ മാറേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയട്ടെ.
ഞാൻ ഈ സമ്പാദിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത്. ചെറിയൊരു വീട്, ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലുള്ള വീട് വേണം എന്നുള്ളത്. അത് പണിതു, സ്ഥലം വാങ്ങി വീട് പണിതു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ന്യൂട്രലായിട്ടുള്ള അവസ്ഥ. ഇനിയിപ്പോൾ എന്താ, എല്ലാം കഴിഞ്ഞില്ലേ, ഫിനിഷ് എന്ന് പറഞ്ഞൊരു ഫീല് വന്നു. ആ പോയിന്റിൽ ഞാനും എൻ്റെ വൈഫൊക്കെ കൂടെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴും ഒരു വലിയൊരു ലക്ഷ്യം മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾ ആക്റ്റീവായി വർക്ക് ചെയ്യുള്ളൂ, നിങ്ങൾ ആ ലക്ഷ്യം കഴിഞ്ഞു, അതാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന്. അപ്പോൾ ഞാനൊരു ലക്ഷ്യം സെറ്റ് ചെയ്തു. നമ്മളെ ഒരുപാട് ആളുകൾ കാണാനൊക്കെ വരുന്നതല്ലേ, അപ്പോൾ കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ കുറച്ചൊരു ആസ്വാദനം കിട്ടുന്ന രീതിയിൽ ഒരു ഗാർഡനും പാർക്കും ഒക്കെ സെറ്റ് ചെയ്തെടുക്കുക. വരുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായൊരു അനുഭവം നൽകുക. സന്തോഷിക്കട്ടെ വരുന്ന ആളുകളൊക്കെ, കുറച്ച് നേരം എൻജോയ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈവനിങ്ങിൽ നാട്ടിലുള്ളവരാണെങ്കിലും വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റട്ടെ എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴേക്കും എൻ്റെ പർപ്പസ് എന്തായിരിക്കുകയാണ്? ഇപ്പോൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ആയി. എൻ്റെ പർപ്പസ് എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് ജീവിക്കാൻ ഈ വീട് പോരെ. അപ്പോൾ ഞാനത് കുറച്ചുകൂടെ സമൂഹത്തിനും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചിന്തിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നും എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടാതെയാവും പലതും. അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ, എനിക്ക് പറയാനുള്ള വാക്ക് ഇതാണ്, സോഷ്യൽ പേർപ്പസിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ പേർപ്പസിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ഗോളുകൾ, ഈ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ, ഈ ഗോള് പിന്നെ ഇല്ലാതെയാവില്ല. ആ ഗോള് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യണം. നമ്മളെന്ന വ്യക്തി എന്ന നിലയിൽ ആർജിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ആർജിച്ചു കഴിഞ്ഞാൽ, വ്യക്തി എന്ന നിലയിൽ വളരാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ വളർച്ചയും വളർന്നു കഴിഞ്ഞാൽ വ്യക്തി ഓട്ടോമാറ്റിക്കലി ഒരു പ്രസ്ഥാനമായി മാറും. അത് മനസ്സിലാക്കണം നമ്മൾ. പിന്നെ വ്യക്തിയായിട്ട് നിൽക്കാൻ പറ്റില്ല അതിന്. അത് ഓട്ടോമാറ്റിക്കലി ഒരു പ്രസ്ഥാനമായിട്ട് മാറും, സ്ഥാപനമായിട്ട് മാറും. ആ രീതിയിലേക്ക് അതിനെ വളരാൻ വിടണം. അത് പിന്നീട് നമ്മളൊന്നും ഇല്ലാതെയായി കഴിഞ്ഞാലും ആ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ലോകത്തിൽ. ആ രീതിയിലേക്ക് ഗോളിനെ റീപ്ലേസ് ചെയ്യാൻ നമുക്കറിയണം. ഗോളെന്ന് പറഞ്ഞാൽ നമ്മൾ 5 വയസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചൊരു ഗോള് പൈലറ്റ് ആവണം എന്ന് പറഞ്ഞൊരു ഗോൾ സെറ്റ് ചെയ്ത്, അതൊന്നുമല്ല ഞാൻ ഈ ഗോളെന്ന് പറയുന്നത്. ജോബിനെ, കരിയറിനെ ചൂസ് ചെയ്യലൊന്നുമല്ല ഗോളെന്ന് പറയുന്നത്. ഗോൾ ഈസ് അൾട്ടിമേറ്റ്ലി കണക്റ്റഡ് വിത്ത് അവർ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ നമ്മൾ ഗോൾ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ പേഴ്സണലി ഉള്ള ഗോൾസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ എല്ലാവരുടെയും മൈൻഡിൽ ഇങ്ങനെ ഈ ഒരു ഗോളിനെ പറ്റി പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് കിടന്നത്, എന്താണ് ലൈഫിൻ്റെ ഗോള്, വാട്ട് ഈസ് ദ ഗോൾ ഓഫ് മൈ ലൈഫ് എന്ന് പറയാറുണ്ട്. എന്താണ് ഗോൾ എന്ന്. അപ്പോൾ അത് കുറച്ച് ബ്രോഡായിട്ട് ഫീൽ ആവാറുണ്ട്. പക്ഷെ അതിനൊരു ആൻസർ എന്താണ്? അങ്ങനെ വാട്ട് ഈസ് ദ ഗോൾ ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും ആൻസർ. ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ എന്താണ് ജീവിത ലക്ഷ്യം എന്ന് ചോദിച്ചാൽ പൊതുവെ കുട്ടികൾ പറയുന്ന ആൻസർ എന്തായിരിക്കും? വല്ല പൈലറ്റ്, ഡോക്ടർ, എഞ്ചിനീയർ, ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും. എനിവേ അതൊരു കരിയർ ആയിരിക്കും അവർ പറയുക. കൂടുതലും പേര് അങ്ങനെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ആൻസർ കേട്ടിട്ടുണ്ട് കേട്ടോ. ഏതോ ഒരു സ്കൂളിലോ മറ്റോ വെച്ചിട്ടുണ്ടായ ഒരു പയ്യൻ എനിക്ക് നല്ല മനുഷ്യനാവണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ചർച്ചാ വിഷയമാവും ചെയ്തു ആ ഉത്തരം. കാരണം പൊതുവെ ആളുകൾ കരിയറാണ് ആ ചെറിയ പ്രായത്തിൽ ലക്ഷ്യം വയ്ക്കുക. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ലക്ഷ്യങ്ങൾ മാറ്റിപ്പിടിക്കേണ്ടി വരും. നമുക്ക് അത്ലറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അത്ലറ്റിന് മറ്റൊരു ലക്ഷ്യം വേണ്ടി വരും. ലൈഫിലെ ഗോളെല്ലാം കരിയറുമായിട്ട് കണക്റ്റഡ് ആവണമെന്നൊരു നിർബന്ധമില്ല. അൾട്ടിമേറ്റ്ലി ദ ഡെഫിനിഷൻ ഓഫ് ഗോൾ ഡയറക്റ്റ്ലി കണക്റ്റഡ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾക്ക് എന്തുമായിട്ട് കണക്റ്റ് ആയിരിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുമോ, അതാണ് അപ്പോഴത്തെ നിങ്ങളുടെ ഗോൾ. എന്നാൽ അതിനെ ഗോളെന്ന് പറയില്ല. എല്ലാ സാറ്റിസ്ഫാക്ഷനും ഗോളല്ല. ഒരു ഇൻസ്റ്റൻറ്റ് പ്ലഷർ കിട്ടുന്ന ഒരു തരം താഴ്ന്ന പ്ലഷറിൻ്റെ പിന്നാലെ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ താൽക്കാലികമായിട്ട് കിട്ടും ചെയ്തു, അതാണ് എൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ വെള്ളമടിച്ച് നടക്കലാണ് എൻ്റെ ഗോൾ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ഒരു ഗോളിന് ചില ഫണ്ടമെൻ്റൽ കോമ്പോണൻറ്റ്സ് വേണം. ഒന്ന്, ആ ഗോളിന് അവനവൻ്റെ സാറ്റിസ്ഫാക്ഷനെ സസ്റ്റൈനബിളായി കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരിക്കണം, കുറച്ച് കാലത്തേക്കെങ്കിലും കണ്ടിന്യൂ ആയിട്ട്. മറ്റൊന്ന്, ആ ഗോളിൽ അവനവന് തന്നെ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ ഗുണമാവാം, സാറ്റിസ്ഫാക്ഷൻ ആവാം, സന്തോഷമാവാം, ഹെൽത്ത് ആകാം, എന്തോ ആകാം, എന്തോ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണം അവനവന്. മറ്റൊന്ന്, ആ ഗോള് സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്നതും ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലേ അതിനെ ഗോൾ എന്ന് പറയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ ഒരു വിഷ്, ഒരാഗ്രഹം എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്ലഷർ സീക്കിംഗ് ഒക്കെ ആയി മാറിയേക്കാം അത്. അപ്പോൾ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഗോൾ എന്ന് വിളിക്കുന്നത്, അല്ലേ? സോഷ്യൽ സർവീസ് ചെയ്യുന്നൊരു വ്യക്തിക്ക് സോഷ്യൽ സർവീസിൽ നിന്ന് പണമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പക്ഷേ സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ അത് അയാളുടെ ഒരു ഗോളാണ്, അത് അയാളുടെ കരിയറാണോ? പക്ഷേ അയാൾക്ക് ചിലപ്പോൾ വേറെ ബിസിനസ് ഉണ്ടാവുമായിരിക്കും, മേ ബി അതൊരു കരിയർ ആവും ചെയ്യാം. പക്ഷേ
മറ്റൊരു ബിസിനസ് ഉണ്ടാവുമായിരിക്കും, അതിൽ നിന്നായിരിക്കും പുള്ളി പൈസ ഉണ്ടാക്കുന്നുണ്ടാവുക. സോഷ്യൽ സർവീസ് പുള്ളിയുടെ സന്തോഷത്തിന് വേണ്ടി പുള്ളി ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ളവർ ധാരാളമല്ലേ. അപ്പോൾ പുള്ളിയുടെ ഗോൾ എന്താ ചോദിച്ചാൽ, ഗോൾ എൻ്റെ ബിസിനസ്സാണെന്ന് പറയില്ല ചിലപ്പോൾ. ബിസിനസ് ജസ്റ്റ് മണി മേക്കിംഗ് മെഷീനറി മാത്രമായിരിക്കും പുള്ളിക്ക് ചിലപ്പോൾ. പുള്ളിയുടെ ഗോൾ കംപ്ലീറ്റ് സോഷ്യൽ സർവീസിലാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ സോഷ്യൽ സർവീസിൽ നിന്ന് പുള്ളിക്ക് എന്താ കിട്ടുന്നത്? ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് പോയിന്റ്. ഈ സാറ്റിസ്ഫാക്ഷൻ തേടലിനെയാണ് വാസ്തവത്തിൽ നമ്മൾ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എത്ര നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നതനുസരിച്ചിട്ടാണ്. അല്ല നിങ്ങൾ ഈ ലോകത്തിലുള്ള സകലതും നേടിയിട്ടും ഒരു അൺസാറ്റിസ്ഫൈഡ് മൈൻഡ് കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഒരു ഗോളും നേടിയിട്ടില്ല, ഒരു അച്ചീവർ അല്ല നിങ്ങൾ. ഇപ്പോൾ സക്സസ്ഫുൾ ലൈഫ്, ജീവിത വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മൾ കേൾക്കില്ലേ. എന്താ ജീവിത വിജയം എന്ന് പറഞ്ഞ അർത്ഥം? നമ്മൾ എന്തൊക്കെ നേടിയാലും ആത്യന്തികമായി എന്ത് നേടാനാണ് ശ്രമിക്കുന്നത്? സാറ്റിസ്ഫാക്ഷൻ നേടാനാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഈ ലോകത്തിൽ ഏറ്റവും ദുർലഭമായിട്ടുള്ള വാല്യൂ ആണ് സാറ്റിസ്ഫാക്ഷൻ. ഒരു മനുഷ്യൻ സാറ്റിസ്ഫൈ ആവുക എന്നുള്ളത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ സാറ്റിസ്ഫൈ ആയൊരു കാര്യത്തിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ നഷ്ടപ്പെടും. നമ്മളൊരു പുതിയ കാറ് വാങ്ങി, ആ മൊമെൻറ്റിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോഴേക്കും ആ കാറിൻ്റെ മേലുള്ള സാറ്റിസ്ഫാക്ഷൻ പോയിട്ടുണ്ടാവും. നമ്മളൊരു പുതിയ വീട് വെച്ചാൽ കുറച്ച് ദിവസം നല്ല സംതൃപ്തിയിലായിരിക്കും. അത് കഴിയുമ്പോഴേക്കും അത് കഴിയും. എന്ത് പുതിയ ഡ്രസ്സ് വാങ്ങിയോ ഉണ്ടാവും. നമുക്ക് എന്ത് വസ്തുവിൽ നിന്നും താൽക്കാലികമായൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ബട്ട് വീണ്ടും നമ്മൾ ആ സാറ്റിസ്ഫൈഡ് അല്ലാത്ത സ്റ്റേജിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കേണ്ടി വരും. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കാറ്, ഏതെങ്കിലും വസ്ത്രം, ഏതെങ്കിലും വീട്, എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇൻവെൻറ്റ് ചെയ്തതാണോ, അതോ അതിനൊക്കെ അതിൻ്റേതായ യൂസുകളുണ്ടോ? കാറ് സഞ്ചരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സാധനമാണ്. ഫോണ് പല ഡാറ്റകൾ സൂക്ഷിക്കാനും കമ്മ്യൂണിക്കേഷനും വേണ്ടി കണ്ടുപിടിച്ചതാണ്. വീട് താമസിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ്. വസ്ത്രം ധരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ്. ഫുഡ് ഭക്ഷിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ്. ഇതൊന്നും സാറ്റിസ്ഫാക്ഷന് വേണ്ടി കണ്ടുപിടിച്ചതല്ല. അപ്പോൾ നമ്മൾ ഫുഡെന്നും കാറെന്നും വീടെന്നും വസ്ത്രമെന്നും ഫോണെന്നൊക്കെ സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ആക്ച്വലി അത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണോ അത് മാത്രമേ ശരിക്കും അതൊന്ന് കിട്ടുള്ളൂ. കിട്ടിയേക്കാം, അതിന്ന് സന്തോഷവും സംതൃപ്തിയൊക്കെ കിട്ടിയേക്കാം. ബട്ട് നമ്മൾ അങ്ങനെ അതിൽ നിന്ന് അത് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വി ആർ ഇൻ എ റോങ് ട്രാക്ക്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ എവിടെ നിന്നാണ് കണ്ടുപിടിക്കാൻ പറ്റുക? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കുന്ന ശരിക്കും ഒരു മനുഷ്യന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് ആ മനുഷ്യൻ സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കുകയും ചെയ്താൽ ആ മനുഷ്യൻ ഗോൾ അച്ചീവ് ചെയ്തു. ലൈഫിൻ്റെ ഗോൾ, അൾട്ടിമേറ്റ് ഗോൾ അച്ചീവ് ചെയ്തു. അപ്പോൾ ഒരു മനുഷ്യന് 2 പോയിന്റുകൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം, അത് മനുഷ്യനെ സാറ്റിസ്ഫൈ ചെയ്യണം. മറ്റൊന്ന്, അത് ഞാൻ മരിക്കുവോളം കണ്ടിന്യൂ ആയിട്ട് എനിക്ക് കിട്ടും വേണം. ഇടയിൽ വെച്ചിട്ട് അത് ഇല്ലാതെ വരുത്. അങ്ങനെ ഞാൻ മരിക്കുവോളം എന്നോടൊപ്പം ഉണ്ടായിരിക്കുകയും വേണം, എന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. അങ്ങനെ ഈ ലോകത്ത് എന്താ ഉള്ളത്? ആരാ ഉള്ളത്? നമ്മൾ തന്നെ. അങ്ങനെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഈ ലോകത്തുള്ള സകലരെയും വേണമെങ്കിൽ കുറ്റം പറയാം. പക്ഷേ ഈ കുറ്റം പറയുന്ന വ്യക്തി ഞാൻ കുഴപ്പമില്ലാത്തവനാണെന്നല്ലേ പറയുണ്ടാവുക. അവനവനെ അംഗീകരിക്കാൻ പറ്റുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവനവൻ തന്നെയായിരിക്കും എന്തായാലും. പിന്നെ അതുപോലെ മരണം വരെയും നമ്മളെ വിടാതെ പിന്തുടരുന്ന ഒരേ ഒരാൾ നമ്മൾ മാത്രമാണ്. വേറെ ആർക്കും ഏത് മൊമെൻറ്റിലും പിരിഞ്ഞു പോവുകയോ മരിച്ചു പോവുകയോ ഒക്കെ സംഭവിച്ചേക്കാം. അപ്പോഴാണ് ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അവനവനെ കണ്ടെത്തലാണ് എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നത്. ഇതിനാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുക. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി പിരമിഡിലൊക്കെ ഈ ബേസിക് നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്, സെക്യൂരിറ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, അതുപോലെ സെൽഫ് എസ്റ്റീം, ഇതൊക്കെ കഴിഞ്ഞ് സെൽഫ് ആക്ച്വലൈസേഷൻ നമ്മളിതിന് മുൻപ് അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ബേസിക് ആയിട്ട് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ട ഗോൾസ് ഇതൊക്കെ മീറ്റ് ചെയ്യാനാണോ ഈ ബേസിക് ആയിട്ടുള്ള നീഡ്സ്? ഇതൊക്കെ പണം ഉണ്ടാക്കണം, കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരിക്കണം, ഒരു നേരം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് എടുക്കാൻ കുറച്ച് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അസുഖം പിടിച്ച് കിടക്കുക അപകടം പറ്റുക ചെയ്ത ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് ഈ സെക്യൂരിറ്റി നീഡ്സും ബേസിക് നീഡ്സൊക്കെ പറയുന്നത്. പിന്നെ ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഷെയർ ചെയ്യാൻ ആൾക്കാർ വേണം. എൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കേക്ക് കട്ടിയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനുള്ള ആൾക്കാർ വേണ്ടേ. അപ്പോൾ ലവ് ആൻഡ് ബിലോങ്ങിങ്സ് വേണം, സെൽഫ് എസ്റ്റീം വേണം. സമൂഹത്തിലൊക്കെ 4 ആൾ കാണുന്ന സമയത്ത് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്ന 4 ആളുണ്ടെങ്കിൽ നമുക്കൊരു എസ്റ്റീം ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ വെറുതെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? സോഷ്യലി കുറച്ച് ഇൻവോൾവ് ആകുമ്പോഴല്ലേ അതൊക്കെ ചെയ്യുള്ളൂ. ആൻഡ് ഫൈനലി നമ്മൾ എത്തേണ്ട പോയിൻ്റാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ ഇത് പറയണമെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അടി തന്നെ ഞാൻ പറഞ്ഞുതരാം. ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ പരിഗണിക്കുന്ന അവസ്ഥയാണ്.
നമ്മുടെ വിശപ്പ്, നമ്മുടെ വസ്ത്രം, നമ്മുടെ പാർപ്പിടം, ഇതിനെ പരിഗണിക്കുക, ബേസിക് നീഡ്സിനെ പരിഗണിക്കുക എന്നുള്ളതാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഭാവിയിൽ വരാനിരിക്കുന്ന അനിശ്ചിതത്വങ്ങളെ പരിഗണിക്കുകയാണ്. നമുക്ക് അപകടം സംഭവിച്ചേക്കാം, പണമില്ലാതെയായേക്കാം, എന്തെങ്കിലും ദുരന്തങ്ങൾ വന്ന് ചേർന്നേക്കാം. ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുവാനുള്ള കുറച്ച് സെക്യൂരിറ്റീസ്, പണം, ബാങ്ക് അക്കൗണ്ടുകൾ, കുറച്ച് ആൾക്കാർ, ജനബലം, ധനബലം, പല ബലങ്ങൾ നമ്മൾ സംഭരിക്കുക എന്നുള്ളതാണ് സെക്യൂരിറ്റി നീഡ്സ്. പിന്നെ നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുവാൻ നമ്മളോടൊപ്പം കുറച്ച് ആൾക്കാർ വേണം എന്നുള്ള ആ ഭാഗത്ത് നമ്മുടെ ഇമോഷൻസിനെ പരിഗണിക്കലാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് എന്ന് പറയുന്ന ഏരിയ. പിന്നെ നമ്മളുടെ പ്രൈഡ്, സെൽഫ് എസ്റ്റീമിനെ പരിഗണിക്കുക, അതായത് നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട റെസ്പെക്റ്റ് എന്ന് പറയുന്ന വാല്യൂ ഇല്ലേ, അതിനെ പരിഗണിക്കലാണ്, അല്ലെങ്കിൽ സമൂഹത്തെ പരിഗണിക്കലാണ് ഈ ലാസ്റ്റിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ്, സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സ്റ്റെപ്പ്. അവനവനെ പരിഗണിക്കലാണ്, അവനവൻ്റെ സൈക്കി, കോൺഷ്യസ്നെസ് ഏരിയയെ പരിഗണിക്കലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന പോയിന്റ്. ഇപ്പോൾ ഓരോ പോയിന്റിലും നമ്മൾ ഓരോന്നിനെയാണ് പരിഗണിക്കുന്നത്. ഇപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞില്ലേ, അത്ലറ്റുകളൊക്കെ പ്രായമാവുന്ന അത്ലറ്റുകളല്ല, ഏതൊരാളും പ്രായമാവുമ്പോൾ ആ ആളുടെ ഫീൽഡിൽ നിന്നൊക്കെ വിരമിക്കാറൊക്കെ ആവുന്ന സമയത്തേക്കും ആ വ്യക്തി സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കണം, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന പോയിന്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഡിപ്രഷൻ ബാധിക്കും. ആ സമയത്ത് എന്നെ ഇപ്പോൾ ഒന്നിനും വേണ്ട, ആർക്കും വേണ്ട തോന്നൽ വരും. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഐ ആം കംഫർട്ടബിൾ വിത്ത് മീ എന്നുള്ളതാണ്. ഞാൻ എന്നോടൊപ്പം വളരെയധികം കംഫർട്ടാണ്, ഞാൻ തനിച്ചിരിക്കുമ്പോൾ എന്നെ തന്നെ ഞാൻ ആസ്വദിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. മൊയ്തീൻ എൻ്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ മൊയ്തീൻ എന്ന വ്യക്തിയുടെ ആ പ്രസൻസിൽ നിന്ന് എന്തോ ഒന്ന് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. മൊയ്തീൻ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ എന്ന അനിൽകുമാർ എന്ന വ്യക്തിയിലെ എന്തൊക്കെയോ പ്രത്യേകതകളെ മൊയ്തീനും ആസ്വദിക്കുന്നുണ്ട്. അതിനർത്ഥം അനിൽകുമാർ എന്ന വ്യക്തിയിൽ ആസ്വദിക്കുവാനുള്ള എന്തൊക്കെയോ സാധനങ്ങളുണ്ടെന്നുള്ള ഒരു ഉറപ്പല്ലേ? അല്ലെങ്കിൽ മൊയ്തീന് ബോറടിക്കില്ല അനിൽകുമാറിൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ? ഇനി മൊയ്തീൻ എന്ന വ്യക്തിയിൽ ആസ്വദിക്കുവാനുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നുള്ള ഒരു ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഞാൻ മൊയ്തീൻ്റെ കൂടെ ഇരിക്കുവാൻ, ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ മൊയ്തീൻ ആസ്വദിക്കുവാനുള്ള പല കോമ്പോണൻസും അടങ്ങിയ ഒരാളാണ്. ബട്ട് അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ബട്ട് അത് മൊയ്തീൻ ആസ്വദിക്കുന്നുണ്ടോ? മൊയ്തീനിലുള്ള ആ ക്വാളിറ്റീസ് എന്താണോ മൊയ്തീൻ്റെ കൂടെ, മൊയ്തീൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ മനുഷ്യനും മൊയ്തീനിലെ എന്തിഷ്ടപ്പെട്ടിട്ടാണോ മൊയ്തീൻ്റെ കൂടെ ഇരിക്കുന്നത്, അവർക്കൊക്കെ മൊയ്തീനിൽ എന്തോ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു തിങ് കാണാൻ പറ്റുന്നുണ്ട്. ആ വാല്യുബിൾ ആയിട്ടുള്ള തിങ് മൊയ്തീന് കാണാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ അതിൻ്റെ പേരാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ഞാനായിരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കുക, എന്നിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്നിൽ തന്നെ കംഫർട്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇന്നത്തെ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ചോദിച്ചു നോക്കിയേ, ഒരു മനുഷ്യന് ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന പോലെയാണ്. 1000 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ വേണമെങ്കിൽ ചെയ്യും. ഇവിടെ ഒരു മിനിറ്റ് ഒരു മണിക്കൂറൊന്നും ഇവിടെ ഒന്ന് വെറുതെ ഇരിക്കുമോ? ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഫോണും നോക്കാതെ ആരോടും സംസാരിക്കാതെ മനുഷ്യനെ കൊല്ലുന്ന പോലെ ഫീൽ ചെയ്യണം മനുഷ്യന്. അതിൻ്റെ അർത്ഥം അവർക്ക് അവരോട് അത്രയും വെറുപ്പാണെന്നുള്ളതാണ്. എനിക്ക് എന്നോടൊപ്പം തന്നെ ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ലേ ഈ തനിച്ചിരിക്കൽ. എനിക്ക് എന്നോടൊപ്പം ഇരിക്കാൻ ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ലേ. സോ ജീവിതത്തിൽ ഗോളുകൾ പോയിട്ട് തേടുന്ന ആളെ തന്നെ മിസ് ചെയ്തിട്ടുണ്ട്. പലതും നേടുന്നതിൻ്റെ ഇടയിൽ തേടുന്ന വ്യക്തി ആത്മനഷ്ടം സംഭവിച്ചവനായി മാറിയിട്ടുണ്ട്. നാവ് വിറ്റിട്ട് ജിലേബി വാങ്ങുന്ന പോലെയാണ്. അതായത് ആ ജിലേബി ആസ്വദിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നാവ് വേണം. എന്നാൽ നാവ് മുറിച്ചു കൊടുത്താൽ ജിലേബി തരാം എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ ആ ജിലേബി വാങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുപോലെയാണ് ലോകത്തിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ തേടാൻ ഓടിയിട്ട് ആത്മനഷ്ടം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ആസ്വാദകൻ, ആസ്വാദന വസ്തു, ആസ്വാദനം എന്ന പ്രക്രിയ, ഈ 3 പരിപാടികൾ ഇവിടെ നടക്കണം ജീവിതത്തിൽ. ഇപ്പോൾ ഇത് ആസ്വാദകൻ ഞാനാണെന്ന് വിചാരിച്ചോ, ആസ്വാദന വസ്തു മറ്റൊരു വ്യക്തിയോ ഒരു ഫുഡോ എന്തോ ആവട്ടെ, ആസ്വാദന വസ്തു എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തോ ആവട്ടെ. പിന്നെ അവിടെ ആസ്വാദനം എന്ന പ്രക്രിയ, ഇത് ഇങ്ങനെ പോകുമ്പോഴാണ് ആസ്വാദനം സംഭവിക്കുന്നത്. എന്നാൽ സെൽഫ് ആക്ച്വലൈസേഷൻ പോയിന്റിലെത്തുമ്പോൾ ആസ്വാദകനും ആസ്വാദന വസ്തുവും ആസ്വാദനം എന്ന പ്രക്രിയയും ഒറ്റ പോയിന്റിലാണ് വർക്ക് ചെയ്യുന്നത്. 3 ഞാൻ തന്നെയാണ്. ഞാൻ എന്നിലെ എന്നെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥ. ഇതൊരു ആത്മരതി ആണ്, അവനവനിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്ന ഒരവസ്ഥ. ഇതിനെയാണ് നമ്മൾ
ശരിക്കും സെൽഫ് ആക്ച്വലൈസേഷൻ എന്നോ അല്ലെങ്കിൽ മീനിങ് ഓഫ് ലൈഫ് ഫൈൻഡ് ചെയ്യൽ എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി മീനിങ് ഓഫ് ലൈഫ് ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനവനിൽ തന്നെ സംതൃപ്തനായിരിക്കുവാനുള്ള ഒരു ആർട്ടാണ്. എന്നാൽ ഒരു മനുഷ്യനെ എപ്പോഴും ഈ അവനവനിൽ തന്നെ സംതൃപ്തനായിരുന്നു കഴിഞ്ഞാൽ ഈ എല്ലാവരും സോളിറ്റ്യൂഡായി പോകും. അതുകൊണ്ട് ആ ഒരു ആർട്ട് അറിഞ്ഞിരുന്നാൽ മതി. അത് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കാൻ പറ്റണം. അല്ലാതെ എപ്പോഴും അവനവനിൽ മുഴുകിയിരിക്കുക എന്നൊന്നുമല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എപ്പോഴും നമ്മൾ പലരിലും മുഴുകിയിരിക്കുന്നു, നമ്മളിൽ മുഴുകുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ? നമ്മുടെ സന്തോഷവും സംതൃപ്തിയൊക്കെ പുറമേ നിന്ന് സ്വിച്ച് ചെയ്യപ്പെടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആക്ച്വലി നമ്മുടെ സന്തോഷവും സംതൃപ്തിയൊക്കെ നമ്മുടെ ഉള്ളിലാണെന്ന് നമുക്കറിയാമല്ലോ. ഇതിനെ നമ്മൾ ന്യൂറോ സയൻസിൻ്റെയും മറ്റും ഭാഷകളിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ ഡോപ്പമൈൻ, നമ്മുടെ സെറട്ടോണിൻ, നമ്മുടെ എൻഡോർഫിൻ ഇവയൊക്കെ നമ്മളിൽ ഉത്തേജിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീൽ ഗുഡ് എക്സ്പീരിയൻസസ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഇപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകുന്നുവെങ്കിൽ ഡോപ്പമൈനോ സെറട്ടോണിനോ ഏതോ ഒന്ന് എൻ്റെ ഉള്ളിൽ സെക്രേറ്റ് ആവുന്നു എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ അത് എൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാധനമാണ്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാസവസ്തുവിൻ്റെ പേരാണ് സന്തോഷം എന്ന് പറയാം. പക്ഷേ എൻ്റെ ഉള്ളിൽ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ എനിക്ക് വേറൊരാളുടെ കൂടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ എൻ്റെ ഡോപ്പമൈൻ്റെ സ്വിച്ച് ആരുടെ കയ്യിലാണ്? അയാൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലാണ് സന്തോഷം ഉണ്ടാകുന്നത്. പക്ഷേ എന്നാലും അതിന് നമ്മൾ പുറമേ നിന്നുള്ള ഒരു സ്റ്റിമുലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സെൽഫിൽ തന്നെ ഹാപ്പിനെസ് കണ്ടെത്തുക. ഇതിന് ഒരു പ്രാക്ടീസ് ഞാൻ പൊതുവെ കൊടുക്കാറുണ്ട്. ചില വാക്കുകൾ അവെയർനെസ്സോടുകൂടെ മനസ്സിൽ ഇടയ്ക്കിടെ ഇങ്ങനെ പറയുക എന്നുള്ളതല്ല, ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഐ ആം ദ സോഴ്സ് ഓഫ് മൈ ഹാപ്പിനെസ്. ഐ ആം ഹാപ്പി വിത്തൗട്ട് എനി റീസൺ. ഞാൻ ആനന്ദത്തിൻ്റെ സ്വാമിയാണ്. അങ്ങനെ സെൽഫായിട്ട് കുറച്ച് അവയർനെസ് ഡെവലപ്പ് ചെയ്യാം. ഞാൻ സന്തോഷം പ്രൊഡ്യൂസ് ചെയ്ത് വിതരണം ചെയ്യുന്ന ആളാണ്, സന്തോഷം കളക്ട് ചെയ്യാൻ നടക്കുന്ന ആളല്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. അപ്പോൾ നമ്മളെ ലൈഫിനൊരു മീനിങ് ഉള്ളതായിട്ട് തോന്നും. ഇനി അൾട്ടിമേറ്റ്ലി നമ്മളുടെ ലൈഫിൻ്റെ മീനിങ് കണ്ടെത്തുന്നത് നമ്മളുടെ നിർവചനം അനുസരിച്ചിരിക്കും കേട്ടോ. ഒരു മനുഷ്യന് ഹയ്യർ മീനിങ്സ് ഒന്നും ലൈഫിന് വേണ്ടാന്ന് വിചാരിച്ചോ, വേണ്ട. അയാൾക്ക് എന്താണോ മീനിങ് അത് തന്നെ. ഒരു ബയോളജിക്കൽ പീസായി ജീവിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് ഹിസ് മീനിങ് എന്ന് പറയാം. ഹയർ മീനിങ്ങുകൾ കണ്ടെത്തുന്നത് ഇഷ്ടമുള്ള ഒരാൾ ഹയർ മീനിങ്സ് കണ്ടെത്തുക, അല്ലാത്തൊരു ലോവർ മീനിങ്ങിൽ തന്നെ ജീവിക്കുക. ജനറൽ ആയിട്ടുള്ള മീനിങ് ഓഫ് ലൈഫ് ഇല്ല. ദർ ഇസ് നോ ജനറൽ മീനിങ് ഓഫ് ലൈഫ്. ഓരോ മനുഷ്യൻ്റെയും ലൈഫിൻ്റെ മീനിങ് അവനവൻ തന്നെ തീരുമാനിക്കും. എനിക്ക് ഇതൊന്ന് സമ്മറൈസ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ മൈൻഡിലൊരു സിമ്പിളാണ് വരുന്നത്, ഇൻഫിനിറ്റിൻ്റെ സിമ്പിളാണ് വരുന്നത്. കാരണം പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ തുടങ്ങി വെച്ചത് ഗോളിൻ്റെ ഒരു ടോക്കായിട്ടാണ്. ഗോൾ എന്ന് പറയുന്നത് അതിൻ്റെ ബൈ നേച്ചർ ഒരു ഔട്ട്വേർഡ് ഇതാണ്, അല്ല നമ്മൾ പുറമേ ഉള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഗോൾ എന്ന് പറയുന്നത്.